नो भवत्वर्यमा सन्न इन्द्रो बृहस्पतिः सन्नो विष्णुरुक्रमा यो ब्रह्माणं विदधाति पूर्वं यो वै वेदांश्च प्रहिणोति तस्मै तं देवमात्मबुद्धिप्रकाशं मुमुक्षुर्वै शरणमहं प्रपद्ये. अतीव सन्तुष्टोऽस्मि. सनातनधर्मसंरक्षणाय बद्धपरिकराः केचन अत्र सम्मिलिताः इति अत्यधिकं सन्तुष्टोऽस्मि. अत्र यद्यद् अत्र वक्तुम् अस्ति तद् संस्कृतभाषायामेव कर्तव्यमिति विचारः आसीत्. किन्तु भाषणं तु सर्वेषां बोधाय एव भवति. अतः अत्र आगतेषु केचनैव संस्कृतभाषाम् अवगन्तुं शक्ताः. अतः सर्वेषामपि उपकाराय केरलभाषामेव आश्रित्य കിഞ്ചിത് വക്തുമിച്ഛാമി. നമ്മളെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവണ്ടേ, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അധികം ആളുകൾക്കും ഇവിടെ വന്ന ആളുകൾക്ക് സംസ്കൃതം കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവുമെങ്കിലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മലയാള ഭാഷയിൽ തന്നെ ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ധനമാണ് വിജ്ഞാനം. അച്ഛനമ്മമാർ കുട്ടികൾക്ക് വേണ്ടി ധനം സമ്പാദിച്ചു വയ്ക്കും. പക്ഷെ ആ ധനം കൊണ്ടൊന്നും എല്ലാവർക്കും സന്തോഷം കിട്ടാറില്ല, എല്ലാവരുടെയും അനുഭവം. എന്നാൽ ഏറ്റവും വലിയ ധനം ഏതാ? വിദ്യാധനം സർവധനാൽ പ്രധാനം. ഏറ്റവും വലിയ ധനം വിജ്ഞാനമാണ്, അറിവാണ്. മറ്റ് ധനമൊക്കെ കൊടുക്കുമ്പോൾ ഇല്ലാതാവും. കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അവശേഷിക്കില്ലെല്ലാം പോയി. ഇത് കൊടുക്കുന്തോറുമേറിടും. എത്രയും കൊടുക്കുന്നുവോ അത്രയും നമുക്കത് വർദ്ധിച്ചു വരും. അത് നോക്കിയിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞത് വിദ്യാധനം സർവധനാത് പ്രധാനം. അപ്പം അങ്ങനെയുള്ള ആ വിജ്ഞാനമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടായിരുന്നു അനേക ഗുരുകുലങ്ങളും അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടുള്ള സർവകലാശാലകളും ഭാരതത്തിൽ പലതും ഉണ്ടായിരുന്നു. ഉത്തരഭാഗത്താണെങ്കിൽ എല്ലാവർക്കും അറിയാം, വലുതായ 2 കലാശാലകൾ, നളന്ദ, തക്ഷശില എന്നൊക്കെ പറയും. ഈ ഭാരതം വിഷ്ണു പുരാണത്തിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഇതിനേക്കാൾ കൂടുതൽ വിസ്താരമുള്ളതായിരുന്നു. വളരെയധികം വിസ്തൃതി ഉണ്ടാകുന്നു ഭാരതത്തിൽ. അതുകൊണ്ടാണ് ഉത്തര ഭാരതത്തിൽ നിന്ന് തക്ഷശിലയും കൂടി ഞാൻ ചേർത്ത് പറഞ്ഞത്, അറിയാണ്ടല്ല. അതിൽ നളന്ദയെ ഒരു തരത്തിൽ ഇപ്പം നമ്മൾ ഉദ്ധരിച്ചു വരുന്നു. കുറച്ചൊക്കെ അതിനൊരു പേരൊക്കെ ഉണ്ടാക്കി. ദക്ഷിണ ഭാരതത്തിലുണ്ടായിരുന്ന വലിയൊരു സർവകലാശാലയാണ് കാന്തളൂർ ശാല എന്ന് പറയാം. അതുണ്ടായിരുന്ന സ്ഥലങ്ങളും അവിടെ പഠനങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ഇന്നും അവശേഷിക്കുന്നു. പോയി നോക്കിയാൽ കാണാം. വേദങ്ങളുടെ സംരക്ഷണം. വേദോഖിലോ ധർമ്മമൂലം എന്നാണ് സ്മൃതികാരൻ പറയുന്നത്. വേദത്തിൽ എല്ലാം ഉണ്ട്. വേദം സംരക്ഷിച്ചാൽ എല്ലാമായി. വേദം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേക്കണേ?
ഋക്കേജസ് സാമ അഥർവം മാത്രമല്ല, എന്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുവോ വേദയതി ഇതി വേദ, നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന വേദാർത്ഥ പ്രതിപാദകങ്ങളായിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ മുഴുവൻ മനസ്സിലാക്കി യഥാശക്തി ജീവിതത്തിൽ പകർത്തുമ്പോൾ എന്താണോ ധനത്തിൻ്റെ ഉദ്ദേശം അത് നടക്കും, സുഖം കിട്ടും. ആ ധനം കൊണ്ട് മാത്രമേ സുഖം കിട്ടൂ. 64 കലകളെക്കുറിച്ചും അത് പഠിപ്പിക്കലും അതിൻ്റെ വിസ്തൃതമായിട്ടുള്ള ശരിയായിട്ടുള്ള ഗാഠമായിട്ടുള്ള പഠനവും ഒക്കെ ഈ കാന്തളൂർ ശാലയിൽ നടന്നിരുന്നു. അതിനെക്കുറിച്ച് ആദ്യം ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് അതിനെ വീണ്ടും ഉദ്ധരിക്കേണ്ട കാര്യം നമുക്ക് മനസ്സിലാവുക. അതും ഭഗവാൻ ഓരോരുത്തരെ നിയോഗിക്കും. അപ്പോൾ ഈ കാലത്ത് കുറേ പ്രൊഫസർമാരെ ഭാരതത്തിൻ്റെ പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള എത്രയോ ആൾക്കാരെ ഇതിനെ നിയോഗിച്ചിരിക്കുക. അവരെല്ലാം ഇതിന് താല്പര്യത്തോടുകൂടി മുന്നിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ നമ്മളതിന് സൗകര്യം ചെയ്ത് ഉടനെ വേണ്ടതൊക്കെ ചെയ്താൽ അതിന് വളരെ വേഗത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഈ അനന്തപുരി ഇത്രയും പ്രസിദ്ധമായിട്ട് തീർന്നത് വെറും ഒരു നഗരം കൊണ്ടല്ല, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. അനന്ത പത്മനാഭസ്വാമിയുടെ സാന്നിധ്യം കൊണ്ടാണ് ലോകപ്രസിദ്ധമായിട്ട് തീർന്നിരിക്കണേ തിരുവനന്തപുരം. എങ്ങനെയാണ് ഭഗവാൻ ഇവിടെ വന്നത്? ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ച ഒരാളുണ്ട്, വില്വമംഗലത്ത് സ്വാമിയാണ്. അദ്ദേഹമാണ് പത്മനാഭസ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് എല്ലാവർക്കും മാതൃകയായി പൂജിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ വലിയ ആളുകൾ ഓരോന്ന് ചെയ്താൽ ഒരു ചെറിയ വിത്ത് ഭൂമിയിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നട്ടുണ്ടെങ്കിൽ അത് പടർന്ന് പന്തിച്ച് വലിയ വൃക്ഷമാവില്ല. അതുപോലെ വില്വമംഗലത്ത് സ്വാമിയാരുടെ ഒരു സങ്കല്പം, ഇതെല്ലാ ഐശ്വര്യങ്ങളോട് കൂടി സർവകലകളുടെ ഒരു ആസ്ഥാനമായിട്ട് തീരണം ഈ സ്ഥലം എന്ന്. അതുകൊണ്ട് അദ്ദേഹം പ്രതിഷ്ഠിച്ചു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് അവസാനം വരെ താമസിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ശിഷ്യന്മാരെ പുഷ്പാഞ്ജലി കാര്യങ്ങൾ ഏൽപ്പിച്ച് സമാധിയായി. ഇന്നും മിത്രാനന്തപുരത്ത് വില്വമംഗലത്തിൻ്റെ ആ സമാധി സ്ഥാനമുണ്ട്. എത്രയോ ഭക്തന്മാരും എല്ലാവരും അവിടെ വന്നു പോണു. പത്മനാഭസ്വാമി ഒന്ന് ദർശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള വില്വമംഗലത്തിൻ്റെ തമോഭൂമി പോലും ഒന്ന് ദർശിച്ചാൽ നന്നായിരിക്കുന്നതാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വരുന്നത്. പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും കുറേ ആളുകൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. എല്ലാവരും അവനെൻ്റെ കഴിവനുസരിച്ച് അതിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെയായാലും 5-ാമത്തെ വർഷം അപ്പം നമ്മൾ ബാഹ്യമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അറിയിട്ടില്ലെങ്കിലും എത്രയോ ആളുകൾ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു, പല വിഷയങ്ങളെക്കുറിച്ച്. അതൊക്കെ ഒന്നിച്ച് കൂട്ടി ഒരു ഗ്രന്ഥമാക്കിയാൽ വലിയൊരു ഗ്രന്ഥശാലയായിട്ട് മാറും. അത്രയും ക്ലാസ്സുകൾ നടന്നുണ്ട്. അവർ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ നോട്ടുകളൊക്കെ ഒരു ഗ്രന്ഥമാക്കിയാൽ തന്നെ വലിയൊരു ഗ്രന്ഥശാലയായിട്ട് മാറും. അത്രയ്ക്കുണ്ട്. അത് കൂടുതൽ ഉയർന്നു വരുമ്പോൾ നമുക്കതെല്ലാം കാണാൻ പറ്റും. ഏതായാലും ഇത്രയും നല്ലൊരു കാര്യത്തിന് ഇത്ര ആളുകൾ പരിശ്രമിക്കുന്നതിൽ വളരെ സന്തോഷം. വളരെ വേഗത്തിൽ ഇത് അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ഒരു കലാശാലയായി തീരട്ടെ, അതിനെല്ലാ സ്ഥാനങ്ങളും എല്ലാം നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിക്കുന്നു.